ലോകമെമ്പാടുമുള്ള ബിഗ് ബോസ് പ്രേക്ഷകരൊക്കെ ഒരു ആശ്വാസത്തിലിരിക്കുകയാണ്. കാത്തിരിപ്പിനൊടുവിൽ സീസൺ 7 ലോഗോ വന്നു കഴിഞ്ഞു. ഇനി ഉടനെ തന്നെ ഓരോന്നോരോന്നായിട്ട് അപ്ഡേറ്റുകളൊക്കെ എത്തും. അപ്പം വീഡിയോകളിൽ ഞാൻ പറഞ്ഞിരുന്നു ഓഡീഷൻ ലിസ്റ്റിൽ വന്നിട്ടുള്ള കുറെ ആൾക്കാരുടെ പേരുകളും കാര്യങ്ങളും ഒക്കെ ഞാൻ അടുത്തൊരു വീഡിയോയിലേക്ക് എത്തിക്കാമെന്ന്. അപ്പൊ നമ്മുടെ പ്രഡിക്ഷൻ ലിസ്റ്റ് മുൻപ് ഞാൻ ഒരു 3-4 പാർട്ടൊക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ ഉൾപ്പെട്ടിട്ടുള്ള കുറെ പേരും ഉണ്ട്, അതിൽ ഉൾപ്പെടാത്ത കുറെ ആൾക്കാരുടെ പേരും പുതിയ കുറച്ച് ആൾക്കാരുടെ പേരൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് സ്റ്റേജും സെക്കൻഡ് സ്റ്റേജും ഓഡീഷൻ സൂം മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞു എന്നാണ് അറിയുന്നത്. അതോടൊപ്പം ഡയറക്റ്റ് ആയിട്ടുള്ള ഇന്റർവ്യൂ ഒക്കെ തുടങ്ങിയെന്നും ഉടനെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും കുറെ ആൾക്കാരുടെ പേരുകൾ കിട്ടിയിട്ടുണ്ട് സൂം മീറ്റിംഗിൽ പങ്കെടുത്തവർ. അവരൊക്കെ വരുമോ ഇല്ലയോ ഒന്നും നമുക്കറിയത്തില്ല. കാരണം കറക്റ്റ് ആയിട്ടല്ലെന്നുണ്ടെങ്കിൽ ഫൈനൽ സ്റ്റേജിൽ സെലക്ഷൻ ആയാൽ മാത്രമേ അവർ ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് എത്തത്തുള്ളൂ. അപ്പം ബിഗ് ബോസ് ഹൗസിനുള്ളിൽ എത്തിയിട്ട് മാത്രം നമുക്ക് 100% ഉറപ്പായിട്ടും വിശ്വസിച്ചാൽ മതി. കഴിഞ്ഞ സീസണിൽ നമുക്കറിയാം ഒത്തിരി പേര് ലാസ്റ്റ് സ്റ്റേജ് വരെ എത്തിയിട്ട് ആ ഒരു സീസണിലേക്ക് എത്താൻ സാധിക്കാതെ പോയിട്ടുള്ള കുറെ ആൾക്കാരുണ്ട്. എന്തായാലും ഈ ഒരു തവണയും അല്ലെങ്കിൽ എല്ലാ തവണയും അങ്ങനെ തന്നെയാണ്, ഓഡീഷൻസ് നടക്കും. അപ്പം ബിഗ് ബോസിന്റെ ഫൈനൽ ഒരു ഇന്റർവ്യൂവിൽ ആരെയൊക്കെ സെലക്ട് ചെയ്യണമെന്ന് അവർ തന്നെയാണ് തീരുമാനിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ഒരു തവണയും കേട്ട കുറച്ച് ആൾക്കാരുടെ പേരുകൾ ഞാൻ ആദ്യമായിട്ട് പറയാം. അപ്പം ഫൈനൽ സ്റ്റേജ് വരെയൊക്കെ എത്തിയിട്ട് ബിഗ് ബോസിലേക്ക് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ അവർ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അവർ തന്നെ വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. ബട്ട് ഫൈനലി എത്താൻ സാധിച്ചില്ല. അങ്ങനെയുള്ള കുറച്ച് പേരുകൾ ആദ്യം തുടങ്ങാം. അതിനുശേഷം കുറച്ച് കേട്ടുപരിചയമില്ലാത്ത പുതിയതായിട്ടുള്ള ആൾക്കാരുടെ കുറച്ച് പേരുകൾ ഞാൻ പറയാം. അപ്പൊ കൂടുതൽ വളച്ചു നീട്ടുന്നില്ല. ആദ്യം തന്നെ പ്രവീൺ, അതായത് മാർക്കറ്റിംഗ് മല്ലു, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഒക്കെ ആയിട്ടുള്ള ഇൻസ്റ്റാഗ്രാമിലൊക്കെ മാർക്കറ്റിംഗ് മല്ലു എന്നറിയപ്പെടുന്ന പ്രവീൺ ആണ് ആദ്യമായിട്ട് നമ്മുടെ ഓഡീഷനൊക്കെ കഴിഞ്ഞുവെന്ന് കേൾക്കുന്ന ഒരാള്. കഴിഞ്ഞ ഒരു തവണയും ആള് ബിഗ് ബോസിലേക്ക് എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റൊക്കെ ഉണ്ടായിരുന്നു സോഷ്യൽ മീഡിയകളിൽ. ബട്ട് ലാസ്റ്റ് സ്റ്റേജിൽ എന്തോ പുറത്തേക്ക് പോകേണ്ടി വന്നു, എൻ്റർ ആകാൻ സാധിച്ചില്ല. എന്നാണെങ്കിലും ഈ ഒരു തവണയും ഓഡീഷൻ കഴിഞ്ഞുവെന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഫൈനൽ ഇന്റർവ്യൂവിൽ ആള് അകത്താകുമോ പുറത്തേക്ക് പോകുമോ എന്നതിനെ കുറിച്ച് അറിയത്തില്ല. എന്നാണെങ്കിലും ഓഡീഷൻ കഴിഞ്ഞെന്ന ലിസ്റ്റിൽ നമുക്ക് ഈ ഒരു പേരും കിട്ടിയിട്ടുണ്ട്. അടുത്തത് ക്രിസ്റ്റി സെബാസ്റ്റ്യൻ, ആക്ടറൊക്കെ ആയിട്ടുള്ള ഷോർട്സ് ഫിലിംസിലും അതുപോലെ തന്നെ 1-2 മൂവീസിലൊക്കെ ആള് അഭിനയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സീസണിലും ഈ ഒരാളുടെ പേര് കേട്ടിട്ടുണ്ടായിരുന്നു. അവസാന സ്റ്റേജിലൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു, നമ്മളെ പ്രഡിക്ഷൻ ലിസ്റ്റുകളിലൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു സീസണിലെ ഫസ്റ്റ് പ്രഡിക്ഷൻ ലിസ്റ്റുകളിലൊക്കെ ഈ ഒരാളുടെ പേര് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പം ആ ഓഡിഷൻസ് ഒക്കെ കഴിഞ്ഞു എന്ന് കേൾക്കുന്നു. നമുക്ക് എന്താണെങ്കിലും നോക്കാം. അടുത്തത് ആക്ടർ, അതുപോലെ തന്നെ സ്റ്റാർ മാജിക് ഫെയിം എന്നൊക്കെ പറയാവുന്ന നമ്മുടെ ബിനീഷ് ബാസ്റ്റിൻ. കഴിഞ്ഞ സീസണിലും ബിനീഷ് ബാസ്റ്റിന്റെ പേര് കേട്ടിരുന്നു, എത്തുമെന്ന് കേട്ടിരുന്നു. അതുപോലെ തന്നെ വൈൽഡ് കാർഡ് ആയിട്ടും ബിനീഷ് ബാസ്റ്റിന്റെ പേരുകളൊക്കെ കേട്ടിരുന്നു. എന്നാൽ അവസാന സമയത്തേക്ക് ബിനീഷ് ബാസ്റ്റിൻ എത്തിയിരുന്നില്ല. ഈ ഒരു തവണയും ഓഡീഷൻ കഴിഞ്ഞു എന്ന് കേൾക്കുന്നുണ്ട്. സ്റ്റാർ മാജിക് അപ്പം TV ഷോസ് ഒക്കെയാണ് ആള്, അത്യാവശ്യം കുറച്ച് സിനിമകളും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാം ബിനീഷ് ബാസ്റ്റിൻ ഇപ്പം കൂടുതലും TV ഷോസ് ഉദ്ഘാടനം സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ഫെയിം ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു വ്യക്തിയാണ്. നമുക്ക് നോക്കാം ഈ ഒരു സീസണിലേക്ക് എത്തുമോ എന്ന്. എന്താണെങ്കിലും ഫസ്റ്റ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജ് ഓഡീഷൻ സൂം മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞു എന്നാണ് അറിയുന്നത്. അതേപോലെ തന്നെ സ്റ്റാർ മാജിക് ഫെയിം ആയിട്ടുള്ള അതുപോലെ തന്നെ ആക്ട്രസ് കൂടി ആയിട്ടുള്ള അനുമോളാണ്. കഴിഞ്ഞ സീസണിലും അനുമോളുടെ പേര് കേൾക്കുന്നുണ്ടായിരുന്നു. വൈൽഡ് കാർഡ് ലിസ്റ്റിലും അനുമോളുടെ പേരുണ്ടായിരുന്നു. ബട്ട് സാഹചര്യം എന്താണെന്ന് അറിയില്ല, എത്തിയിരുന്നില്ല. അപ്പം ഈ ഒരു സീസണിലും പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഇപ്പം ഓഡീഷൻസ് കഴിഞ്ഞുവെന്ന് കേൾക്കുന്ന പേരുകളുടെ കൂട്ടത്തിലും അനുമോളുടെ പേരുണ്ട്. അത്യാവശ്യം TV ഷോസ് അതുപോലെ തന്നെ സീരിയൽസ് അതുപോലെ തന്നെ സ്റ്റാർ മാജിക് ഫെയിം ആണ്. മുമ്പ് പറഞ്ഞ ബിനീഷ് ബാസ്റ്റിൻ കഴിഞ്ഞ എല്ലാ സീസണുകളിലും സ്റ്റാർ മാജിക് എന്നുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ ഈ ഒരു സീസണിലേക്ക് ആരെത്തുമെന്ന് നമുക്ക് നോക്കാം. ബിനീഷ് ബാസ്റ്റിൻ ഓൾറെഡി ഉണ്ട്, അതുപോലെ തന്നെ അനുമോൾ ഉണ്ട്. അപ്പം ആര് രണ്ടുപേരെയും കയറ്റി വിടുമോ അതോ ഒരാളാണോ എത്താൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. എന്താണെങ്കിലും അനുമോളുടെ പേരും ഉണ്ട്. അടുത്തത് നമ്മൾ കേൾക്കുന്നത് ആദില ആൻഡ് നോറ, ലെസ്ബിയൻ കപ്പിൾസ് ആയിട്ടുള്ള ആദില ആൻഡ് നോറ. കഴിഞ്ഞ സീസണിലും കേട്ടിട്ടുണ്ടായിരുന്നു. അതിന് മുൻ സീസണുകളിലും ഇവരുടെ പേര് കേൾക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ സീസണിൽ ഇവരെ വിളിച്ചിട്ട് ഇവർക്ക് പോകാൻ സാധിച്ചിട്ടില്ല എന്ന് ഇവര് ഒഫീഷ്യലായി തന്നെ പല ഇന്റർവ്യൂകളിലും പറയുന്നുമുണ്ടായിരുന്നു. എന്താണെങ്കിലും ഈ ഒരു സീസണിലും ഇവരുടെ ഇന്റർവ്യൂവും കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. ഓഡീഷൻസ് ഒക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ്. നമുക്കൊരു ഫൈനൽ സ്റ്റേജിലേക്ക് എത്തുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. എന്താണെന്നുണ്ടെങ്കിലും നമ്മുടെ ലിസ്റ്റിൽ ഇവരുടെ പേരും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ സീസണിലെ പ്രഡിക്ഷൻ ലിസ്റ്റുകളിലും ഉണ്ടായിരുന്നു, ഈ സീസണിൽ ഞാൻ ഇട്ടിരിക്കുന്ന പ്രഡിക്ഷൻ ലിസ്റ്റിലും ഉണ്ട്. ഇപ്പം ഓഡീഷൻ കഴിഞ്ഞുവെന്ന് പറയുന്ന പേരുകളുടെ ലിസ്റ്റിൽ ഇവരുടെ പേര് ഉൾപ്പെടുന്നുണ്ട്. നമുക്ക് എന്താണെങ്കിലും നോക്കാം. അപ്പൊ ഇവരൊക്കെയാണ് ഈ കഴിഞ്ഞ സീസൺ അല്ലെന്നുണ്ടെങ്കിൽ അതിന് മുൻ സീസണുകളിലൊക്കെ ബിഗ് ബോസിലേക്ക് എത്തുമെന്ന് നമ്മൾ കേട്ടിരുന്നത്, പ്രഡിക്ഷൻ
ഉൾപ്പെടുത്തുന്നുള്ളൂ. ഇനി ഞാൻ പറയാൻ പോകുന്നത് പുതിയതായിട്ടുള്ള കുറച്ച് പേരുകളാണ്, ഈ ഒരു സീസണിൽ മാത്രം കേട്ടിട്ടുള്ള, അല്ലെങ്കിൽ ഞാൻ പ്രഡിക്ഷൻ ലിസ്റ്റിൽ വിട്ടിട്ടുള്ളവരും ഉണ്ട്, അതുപോലെ തന്നെ പുതിയതായി നിങ്ങൾ കേൾക്കാൻ പോകുന്ന കുറച്ച് പേരുകളും ഉണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം തന്നെ വൈശാഖ് സുൻസി, ആക്ടറാണ്, ഒരു യങ് ആക്ടറാണ്. ഷോർട്ട് ഫിലിംസ് അതുപോലെ തന്നെ ഒന്നോ രണ്ടോ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുമുണ്ട്. അപ്പൊ ഞാനൊരു പ്രഡിക്ഷൻ ലിസ്റ്റിലും ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു യങ് ആക്ടർ കാറ്റഗറിയിൽ ബിഗ് ബോസ് സീസൺ 7ലേക്ക് വരാനുള്ള സാധ്യതകളുണ്ട് എന്നും പറഞ്ഞുകൊണ്ട്. ഇപ്പോൾ ഓഡീഷൻ കഴിഞ്ഞുവെന്നൊക്കെ കേൾക്കുന്നുണ്ട്. നമുക്ക് എന്താണെങ്കിലും നോക്കാം. അടുത്തത് ഒരു കണ്ടന്റ് ക്രിയേറ്ററും യൂട്യൂബറും ഒക്കെ ആയിട്ടുള്ള ബബിത ബബി. അപ്പം ഞാൻ എൻ്റെ പ്രഡിക്ഷൻ ലിസ്റ്റുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇല്ല എന്ന് തോന്നുന്നു. കാരണം ഒരു ലാസ്റ്റ് 1 or 2 വീക്സിലാണ് ഞാൻ ഈ ഒരു പേര് കേൾക്കുന്നത്, ബിഗ് ബോസിലേക്ക് വരാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറഞ്ഞ്. അപ്പൊ ആ ഒരു സമയത്ത് ഞാൻ അപ്ഡേറ്റുകളൊന്നും തന്നിട്ടുണ്ടായിരുന്നില്ല. എന്താണെന്നുണ്ടെങ്കിലും യൂട്യൂബറും കണ്ടന്റ് ക്രിയേറ്ററും ഒക്കെ ആയിട്ടുള്ള ബബിത ബബി ഓഡീഷനൊക്കെ കഴിഞ്ഞു എന്ന് കേൾക്കുന്നുണ്ട്. നമുക്ക് എന്താണെങ്കിലും നോക്കാം, വരുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. അടുത്തതും ഒരു യങ് ആക്ടർ ഓൺട്രപ്രണർ കാറ്റഗറിയിലേക്ക് ബിഗ് ബോസിലേക്ക് എത്താൻ പോകുന്ന അരുൺ നായരാണ്. അപ്പം ഓൾറെഡി ഞാൻ പ്രഡിക്ഷൻ ലിസ്റ്റുകളിൽ അരുൺ നായരുടെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം ഓഡീഷൻ കഴിഞ്ഞു എന്ന് കേൾക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. അടുത്തത് മോഡലും ആക്ട്രസും ഒക്കെ ആയിട്ടുള്ള വാസ്തവിക അയ്യർ. ഈ ഒരു സീസണിലേക്ക് ഓഡീഷൻ കഴിഞ്ഞു എന്ന് കേൾക്കുന്നുണ്ട്. എൻ്റെ പ്രഡിക്ഷൻ ലിസ്റ്റുകളിൽ ഒന്നും ഇല്ലാത്ത ഒരാളാണ്. നിങ്ങളും ചിലപ്പം പുതിയതായി കേൾക്കുന്ന ഒരു കണ്ടസ്റ്റൻസിന്റെ പേരായിരിക്കാം. ഓഡീഷൻ കഴിഞ്ഞു എന്നാണ് അറിയുന്നത്. സീസണിലേക്ക് വരുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല. എന്താണെങ്കിലും നമുക്ക് നോക്കാം. ഇതൊക്കെ പുതിയ പുതിയ ആൾക്കാരുടെ പേരുകളാണ്. നോക്കാം നമുക്ക്. അടുത്ത സ്പോർട്സ് ഫിറ്റ്നസ് കാറ്റഗറിയിൽ നിന്നുള്ള മുബീനയാണ്. മുബീനയുടെ പേര് ഓൾറെഡി ഞാനൊരു പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. മുമ്പ് ഒരു 1-2 മാസം മുമ്പ് ഇറക്കിയിരുന്ന ഒരു പ്രഡിക്ഷൻ ലിസ്റ്റിൽ. എന്താണെങ്കിലും ഇപ്പോൾ ഓഡീഷൻ കഴിഞ്ഞു എന്ന് കേൾക്കുന്നുണ്ട്. ഫൈനൽ ഇന്റർവ്യൂവിൽ എങ്ങനെയാണ്, അകത്തേക്ക് പുറത്തേക്ക് വന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. അടുത്തത് മ്യൂസീഷ്യനും സിംഗറും ഒക്കെ ആയിട്ടുള്ള ഇഷാൻ ദേവ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പേര് തന്നെയാണ്. ഞാൻ വേറെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് തോന്നുന്നു. ഇതും ഈ ഒരു 1-2 വീക്സിനുള്ളിൽ കേട്ടിട്ടുള്ള ഒരു പേരാണ്. സീസൺ 7ലേക്ക് വരാൻ സാധ്യതകൾ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഓഡീഷൻ കഴിഞ്ഞു എന്ന് കേൾക്കുന്നുണ്ട്. അപ്പം ഏതാണ്ടൊക്കെ ഒരു മ്യൂസീഷ്യൻ സിംഗർ കാറ്റഗറിയിൽ മിക്കവാറും സീസൺ 7ലേക്ക് വരാനുള്ള സാധ്യതകളുണ്ട്. നമുക്ക് എന്താണെങ്കിലും കാത്തിരിക്കാം. അപ്പം ഒരു 11 പേരുടെ പേരുകളാണ് ഞാനിപ്പം പറഞ്ഞിരിക്കുന്നത്. എന്താണെങ്കിലും ഓർത്ത് വെച്ചോളൂ. കഴിഞ്ഞ സീസണിൽ നമ്മൾ പറഞ്ഞിരുന്നത് പോലെ തന്നെ നമ്മുടെ പ്രഡിക്ഷൻ ലിസ്റ്റുകളിൽ നിന്നും, നമ്മൾ പറഞ്ഞിട്ടുള്ള കൺഫേം ലിസ്റ്റുകളിൽ നിന്നും, ലാസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുള്ള കൺഫേം ലിസ്റ്റുകളിലുള്ളവരൊക്കെ തന്നെയായിരുന്നു. 1-2 പേര് മാത്രം ഒഴിച്ചിട്ട് ബാക്കി എല്ലാവരും തന്നെ നമ്മുടെ സീസൺ 6ലേക്ക് എത്തിയിരുന്നു. അപ്പൊ ഈ സീസൺ 7ലും നമ്മൾ മാക്സിമം നമുക്ക് കിട്ടുന്ന അപ്ഡേറ്റുകളൊക്കെ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പം ഇവരിപ്പോ ഓഡീഷൻ കഴിഞ്ഞവരുടെ ലിസ്റ്റാണ് കേട്ടോ. ഇവരൊക്കെ ബിഗ് ബോസിലേക്ക് എത്തുമെന്ന് ഞാൻ പറയുന്നില്ല. സീസൺ 7ൽ എത്താൻ ഇനിയും കടമ്പകൾ ഒത്തിരി കടക്കാനുണ്ട്. ഇവരിപ്പോ ഓൾറെഡി ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ് ഓഡീഷൻ കഴിഞ്ഞവരാണ്. ഇനിയിപ്പം ഡയറക്റ്റ് ഇന്റർവ്യൂവും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ അവർ സെലക്ട് ചെയ്യൂ എന്നൊക്കെ അറിയാൻ സാധിക്കുള്ളൂ. അതൊക്കെ ലാസ്റ്റ് മാസത്തേക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അത്രയ്ക്ക് നല്ല പബ്ലിസിറ്റി ഉള്ള സെലിബ്രിറ്റീസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മാത്രമേ കുറച്ച് ഡേറ്റ് ഒക്കെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി കൺഫർമേഷൻ കൊടുക്കത്തുള്ളൂ. അല്ലാത്തവരൊക്കെ ലാസ്റ്റ് 1 മന്തിനുള്ളിലൊക്കെ അവർക്ക് കൺഫർമേഷൻ കോൺട്രാക്ട് ലെറ്റർ ഒക്കെ കിട്ടാൻ സാധ്യതയുള്ളൂ. എന്താണെങ്കിലും നമ്മൾ കിട്ടുന്ന അപ്ഡേറ്റ് ഒക്കെ അതിനനുസരിച്ച് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഇനിയുമുണ്ട് പേരുകൾ. ഇതൊരു 11 പേരുടെ പേരുകളാണ് ഞാൻ അധികം ലെങ്ത് വേണ്ടെന്ന് കരുതി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അടുത്തൊരു പാർട്ടിൽ ഞാനൊരു 10 പേര്, അതുപോലെ 1-2 പാർട്ടിലേക്കായിട്ട് ഇനിയും ഈ ഓഡീഷൻ കഴിഞ്ഞവരുടെ ലിസ്റ്റുകളുമായിട്ട് എത്തുന്നതായിരിക്കും. അപ്പം മറ്റൊരു വീഡിയോയിൽ കാണാം.